ഹലോ. അപ്പോൾ എല്ലാവരും ഗിവ് അവേ റിസൾട്ട് അറിയാൻ വന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. നമ്മൾ ഇന്നലെയാണ് റിസൾട്ട് പറയുമെന്ന് പറഞ്ഞിരുന്നത്. ഇന്നലെ തന്നെ വിന്നേഴ്സിനെ ഞാൻ സെലക്ട് ചെയ്തു. വീഡിയോ എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ റിസൾട്ട് ഞാൻ വേഗം പറയാം. അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. നമ്മുടെ ഷോർട്ട് വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും, ഇപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരെഴുതാൻ വേണ്ടി വരച്ച ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഇതുവരെ പേര് എഴുതിയവരൊക്കെ ഹാപ്പി ആയിരിക്കുന്നു വിചാരിക്കുന്നു. ഇനി എഴുതാനുള്ളവരൊന്നും വിഷമിക്കേണ്ട, ഇത്തിരി ക്ഷമയോടെ വെയിറ്റ് ചെയ്യണേ. ചിലരൊക്കെ പേരെഴുതിയില്ലെങ്കിൽ സബ്സ്ക്രൈബ് തിരിച്ചെടുക്കും എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. മറ്റു ചിലരൊക്കെ ദേഷ്യപ്പെടുന്ന ഇമോജിയൊക്കെ ഇടാറുണ്ട്. കുറേ പേരുകൾ വരുന്നോണ്ട് നമ്മൾ ഓരോന്നായിട്ട് ചെയ്യുമല്ലേ. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് എല്ലാ പേരും എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യണ്ടേ. ഞാൻ എല്ലാവരുടെയും പേരുകൾ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് തുടക്കം മുതലേ. ഇപ്പോഴും പുതിയ ഓരോ പേരുകൾ വരുമ്പോഴും അത് ഞാൻ നോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലരൊക്കെ 1-2 കമൻറ്റ് ഇട്ടിട്ട് ഞാൻ എത്ര നാളായിട്ട് പറയുന്നു, ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടും ഇതുവരെയും ചെയ്തില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് വിട്ടുപോയതാണോ എന്ന് കരുതിയിട്ട് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോയി സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോഴാണ് മനസ്സിലാവുന്നത് അവരാകെ ആ ഒരു കമൻറ്റേ ഇട്ടിട്ടുള്ളൂ എന്ന്. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ, വെറുതെ പറയുന്നത് കാണുമ്പോൾ ഒരു വിഷമം തോന്നും. ജെനുവിനായിട്ട് ഒരുപാട് കമൻറ്റ്സ് ഇട്ടിട്ട് കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, നമ്മൾ അവരെയും പരിഗണിക്കണ്ടേ. കുറച്ച് ലേറ്റ് ആയിട്ടായാലും എല്ലാവരുടെയും പേരുകൾ ഞാൻ പരിഗണിക്കാം. ആരെയും മനഃപൂർവ്വം അവോയ്ഡ് ഒന്നും ചെയ്യില്ല. അതുപോലെ എനിക്ക് നല്ല വിഷമം ഉണ്ടാക്കിയ വേറൊരു ടൈപ്പ് കമൻ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇല്ല, 2-3 ആൾക്കാരേ ഉള്ളൂ. ഞാൻ മുസ്ലിംസിനെ മാത്രമേ വരയ്ക്കുള്ളൂ, തട്ടമിട്ട കുട്ടികളാണോ കൂടുതൽ വരയ്ക്കുന്നത് എന്നൊക്കെ. അങ്ങനെ പറഞ്ഞവർ ഒന്നുകിൽ ചാനലിലെ വീഡിയോസ് ഫുള്ള് കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വെറുതെ റിപ്ലൈ കിട്ടാൻ വേണ്ടി പറഞ്ഞതായിരിക്കാം. ഞാൻ ആദ്യമായിട്ട് എഴുതിയ സബ്സ്ക്രൈബറിൻ്റെ പേര് പോലും മുസ്ലിമിൻ്റെ ആയിരുന്നില്ല. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ അങ്ങനെ പറയുമ്പോൾ നല്ല വിഷമമുണ്ട്. കമൻസിൽ റിക്വസ്റ്റ് വരുന്നതിനനുസരിച്ചിട്ടല്ലേ നമ്മൾ ഓരോ പേരും ചെയ്യുന്നത്, അല്ലാതെ റിലീജിയൻ നോക്കിയിട്ടാണോ. ഞാനിത് പറയണം എന്ന് വിചാരിച്ചതല്ല. എനിക്ക് നല്ല വിഷമം തോന്നിയതുകൊണ്ടും നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയെ പോലെ കാണുന്നതുകൊണ്ടും ഞാൻ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. അതെല്ലാം പോട്ടെ, ഇതിൻ്റെ ഒന്നും പേരിൽ എനിക്ക് ആരോടും ദേഷ്യമില്ല. ആരെയും ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യേയില്ല. സമയം കിട്ടുന്നതിനനുസരിച്ച് എല്ലാവരെയും പരിഗണിക്കും. പിന്നെ നമ്മുടെ വീഡിയോസിന് നിങ്ങൾ തരുന്ന റെസ്പോൺസ് ഞാൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമാട്ടോ. ഒരുപാട് താങ്ക്സ്. അപ്പം നമ്മുടെ ഗിവ് അവേയുടെ കാര്യം പറയാം. നമ്മൾ 2 വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ ടോട്ടൽ 3 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വിന്നേഴ്സ് ആരായാലും ബാക്കിയുള്ളവർക്കൊക്കെ വിഷമമാവുമല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷനുണ്ട്. പങ്കെടുത്ത് എല്ലാവരെയും പരിഗണിക്കണം എന്ന് എനിക്കുണ്ട്. പക്ഷേ ഒരു ഗിവ് അവേ ആവുമ്പോൾ അത് പ്രാക്ടിക്കൽ അല്ലല്ലോ. നമ്മൾ വിന്നേഴ്സിന് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നത് അവരുടെ ഫുൾ നെയിം എഴുതിയ ഡ്രോയിങ്ങും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഒരു ചെറിയ സർപ്രൈസ് ഗിഫ്റ്റുമാണ്. അപ്പോൾ വിൻ ചെയ്യാത്തവർ ഒട്ടും വിഷമിക്കേണ്ട. ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഞാൻ ഡ്രോയിങ് ചെയ്തു തരുന്നതായിരിക്കും. വിന്നേഴ്സിന് മാത്രമേ പോസ്റ്റിൽ അയച്ചു കൊടുക്കുന്നു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. ഇത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഗിവ് അവേ ആയതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഗിവ് അവേയിൽ വിൻ ചെയ്യാത്തവരും പങ്കെടുക്കാൻ കഴിയാതെ പോയവരും പുതിയ സബ്സ്ക്രൈബേഴ്സും ഒന്നും വിഷമിക്കണ്ട. നമ്മൾ ഉടനെ തന്നെ 10K ഫാമിലി ആവും. അപ്പോൾ നമുക്ക് വീണ്ടും ഗിവ് അവേ നടത്താം. ആ സമയത്ത് നമുക്ക് ഗിഫ്റ്റൊക്കെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം, വിന്നേഴ്സിന്റെ എണ്ണവും കൂട്ടാം. അതുകൊണ്ട് ആരും പിണങ്ങി പോകണ്ട. ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. ഞാൻ ഇനിയും സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് പറയാം. നമ്മുടെ ആദ്യത്തെ വിന്നറാണ് ഇവാന. ആളുടെ പേരെഴുതാൻ വേണ്ടിയിട്ട് കമൻ്റൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം സന്തോഷമായില്ലേ. ഇനി രണ്ടാമത്തെ വിന്നറുടെ പേരാണ് ശ്രീലക്ഷ്മി. കൺഗ്രാറ്റുലേഷൻസ്. ഇനി ഒരാളും കൂടിയുണ്ട്. ഈ വിന്നേഴ്സിനെയൊന്നും ഞാൻ സ്വന്തമായിട്ട് സെലക്ട് ചെയ്തതല്ല കേട്ടോ. ആർക്ക് തരുമെന്ന് ആകെ കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ ChatGPT-യോട് ചോദിച്ചതാ. ഇനി മൂന്നാമത്തെ വിന്നറിനെ പറയാം. ഹെസ ഫാത്തിമ. 3 ആളും ഹാപ്പി ആയില്ലേ. ബാക്കിയുള്ളവരാരും പിണങ്ങണ്ട കേട്ടോ. നമുക്ക് അടുത്ത ഗിവ് അവേ പെട്ടെന്ന് തന്നെ സെറ്റാക്കാം. അപ്പോൾ വിന്നേഴ്സ് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യണം. നിങ്ങളുടെ അഡ്രസ്സ് ഒന്നുകിൽ എനിക്ക് മെയിൽ അയക്കണം, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാലും മതി. മെയിൽ ഐഡിയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസും എല്ലാം നമ്മുടെ ചാനലിന്റെ ബയോയിലുണ്ട്. ഞാൻ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരാരും വിഷമിക്കല്ലേ. എല്ലാവരുടെയും പേരെഴുതുന്ന വീഡിയോസ് നമ്മൾ ഷോർട്സിൽ ഓരോന്നായിട്ട് ഇടും. എല്ലാവരും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ആക്കി വെച്ചേക്കണേ.